മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. തൃശ്ശൂർ കാഞ്ഞാണി കാരുമുക്കിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലക്കുടി സ്വദേശി നീതുവാണ് മരിച്ചത്. കാഞ്ഞാണിയിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് നീതു. കാരമുക്ക് സ്വദേശി സലീഷാണ് നീതുവിന്റെ ഭർത്താവ്. നീതുവിന്റെ രണ്ടാം ഭർത്താവാണ് സലീഷ. ആദ്യ വിവാഹത്തിൽ 2 കുട്ടികളുണ്ട് നീതുവിന്. കുട്ടികളാണ് അമ്മയെ മരിച്ച നിലയിൽ കണ്ടത്. മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ടത് കുട്ടികളാണ്. സലീഷും നീതുവും തമ്മിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. സംഭവത്തിന് ശേഷം സലീഷിനെ ഫോണിൽ ബന്ധപ്പെടാൻ നാട്ടുകാർ ശ്രമിച്ചുവെങ്കിലും ഇതുവരെ കിട്ടിയില്ല. തൃശൂർ കാഞ്ഞാണിയിൽ കാരുമുക്കിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നൊരു വാർത്തയാണ് വരുന്നത്. ചാലക്കുടി സ്വദേശി നീതുവാണ് മരിച്ചത്. കാഞ്ഞാണിയിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരിയായാണ് നീതു തുടർന്നത്. കാരമുക്ക് സ്വദേശി സലീഷാണ് നീതുവിന്റെ ഭർത്താവ്. സലീഷും നീതുവും നീതുവിന്റെ രണ്ടാം വിവാഹമാണ് ഈ സലീഷുമായി. ആദ്യ വിവാഹത്തിൽ നീതുവിന് 2 കുട്ടികളുമുണ്ട്. എന്താണ് മരണകാരണം എന്നത് നിലവിൽ അറിയാൻ കഴിഞ്ഞില്ല. അമ്മയെ മരിച്ചു കിടക്കുന്ന രീതിയിൽ കിടക്കയിൽ കിടക്കുന്നതാണ് മക്കൾ ആദ്യം കണ്ടത്. സലീഷും നീതുവും തമ്മിൽ ഇടയ്ക്കിടെ ചില വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി നാട്ടുകാരിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സംഭവത്തിന് ശേഷം സലീഷിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഇതുവരെ സലീഷിനെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് നീതുവിന്റെ മരണകാരണം എന്നൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കിടക്കയിൽ മരിച്ചു കിടക്കുന്ന നിലയിലാണ് നീതുവിനെ കുട്ടികൾ ആദ്യം കണ്ടത്. തൃശൂർ കാഞ്ഞാണി കാരുമുക്കിലെ യുവതി നീതുവാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നീതുവിന്റെ ആദ്യ വിവാഹത്തിലെ 2 കുട്ടികളാണ് ഇത് കണ്ടെത്തിയത്. സലീഷുമായി നീതു രണ്ടാം വിവാഹത്തിലാണ്. ഈ യുവാവിനെ നിലവിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല എന്നതാണ് നാട്ടുകാർ പോലീസിനെ അറിയിച്ച വിവരം.